വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പൃഥ്വിരാജ് സുകുമാരൻ വിവരമില്ലാത്തവൻ, അയാൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട. അയാൾക്കും റീമ കല്ലിങ്കലിനും ഇതിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് പിന്നിൽ രാജ്യദ്രോഹ ശക്തികളുണ്ട്. പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ആളുകളെയും കൊണ്ടുവന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പദ്ധതിയിട്ട ദേവനെ കുറിച്ചാണ്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ ദേവൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, നവകേരള പീപ്പിൾസ് പാർട്ടി എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് എന്താണ് രാഷ്ട്രീയം എന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആ 25 പേരെയും കൂട്ടിയിട്ട് BJP-യിൽ പോയി ലയിക്കുകയും BJP-യുടെ ആളായി മാറുകയും ചെയ്തു. ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നത്. എന്നാൽ ഈ FB പോസ്റ്റിന് നല്ല കലക്കൻ മറുപടി തന്നെയാണ് പൃഥ്വിരാജിന്റെ FB-യിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റ് നൽകുന്നുള്ളത്. അതായത് മാസായി നിൽക്കുന്ന പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നല്ല കലക്കൻ മറുപടി നൽകിയിട്ടുള്ളത്. അതായത് 1984-ലെ ഉണരൂ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് പകർത്തിയ ചിത്രമാണ്. ആ ചിത്രത്തിൽ നടൻ മോഹൻലാലുമുണ്ട്, മണിരത്നവുമുണ്ട്. അതിന്റെ പിന്നിൽ നമുക്ക് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, മുണ്ട് മടക്കി കുത്തിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛൻ സുകുമാരനാണ്. ഈ ചിത്രം നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ചിത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്കുള്ള ഒരു മറുപടിയാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മകനാണ് എന്നുള്ളത് സംഘികൾക്ക് മുന്നിൽ ഒന്നുകൂടി തുറന്നു പറയുകയാണ്. അതായത് സുകുമാരൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നുവോ ആ പ്രതിസന്ധികളൊക്കെ ഞാൻ ഇന്നും നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് നടൻ സുകുമാരൻ, അതായത് പൃഥ്വിരാജിന്റെ അച്ഛൻ അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് എന്റെ മക്കളിലൂടെ ഞാൻ മറുപടി നൽകും എന്ന്. ആ വാക്ക് നിറവേറ്റിയ അച്ഛന്റെ മകനാണ് ഞാൻ എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ആ FB പോസ്റ്റ്. FB പോസ്റ്റിന് വെറും 3 മണിക്കൂറിൽ, നേരത്തെ ഇപ്പോൾ ചിലപ്പോൾ സമയം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുണ്ടാകാം, ആ സമയം തന്നെ ഏകദേശം 76,000 ലൈക്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് വിഷയത്തോടു കൂടി പൃഥ്വിരാജിന് കൃത്യമായ ഒരു പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ ചിത്രം വന്നതോടുകൂടി സംഘികളാകെ പെട്ടിരിക്കുകയാണ്. ഒരു കുലുക്കവുമില്ലാതെ ഇദ്ദേഹം ധീരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സംഘികൾ അറിയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.